ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വാളിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കോമ്പൗണ്ട് വാൾ എങ്ങനെ ചെയ്യാം, അതായത് ലെയർ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണോ, അതിലൊരു ലെയർ മെട്രിക്സിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് പറയുക, അതിൽ നമുക്കൊരു എന്താ പറയുക M² കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ബിൽട്ടപ്പ് ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഫ്രണ്ടേജ് മതിലിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു കോമ്പൗണ്ട് വാൾ വരയ്ക്കണ പോലെ തന്നെ അതിലെന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഒരു മതിലിൻ്റെ മതിലിൻ്റെ ഒരു ചിത്രം, അതിലൊരു ഗേറ്റും ആയിട്ടുള്ളത് വയ്ക്കാം. പിന്നെ അതിൻ്റെ എലിവേഷൻ ടോപ്പ് വ്യൂ വരയ്ക്കണം, അതായത് പ്ലാൻ വരയ്ക്കണം. പിന്നെ അതിൻ്റെ സെക്ഷൻ വേണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ, മതിലിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 അടിയാണെന്ന് തോന്നുന്നു, അതായത് 1.20. പിന്നെ പിന്നെ അതിൻ്റെ മതിലിൻ്റെ വിഡ്ത്ത്, പിന്നെ ഫൗണ്ടേഷൻ്റെ ലെങ്ത്ത്, ഡെപ്ത്, അതൊക്കെ നിങ്ങൾക്കറിയാം. എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എലിവേഷൻ വേണം, ഒരു ടോപ്പ് വ്യൂ വേണം, ഒരു സെക്ഷൻ വേണം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതാം. ഫ്രണ്ട് വാൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇത്ര മീറ്റർ എന്ന് അവിടെ എഴുതി കാണിക്കണം. അപ്പോൾ ഇത്രേ കാര്യങ്ങളുള്ളൂ അതിൽ. അങ്ങനെ ഒരു പ്ലാൻ വരച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കാസ്മാർട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബിൽഡിംഗ് പെർമിഷൻസിൽ പോയി കഴിഞ്ഞാൽ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ, അതിൽ പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് സർട്ടിഫൈഡും ഉണ്ട്, നിങ്ങൾ ഈ ബിൽഡിംഗ് പെർമിറ്റ് ജനറലും ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെർമിറ്റ് അപേക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് സെൽഫ് സർട്ടിഫൈഡ് ഒരു കോമ്പൗണ്ട് വാളിൻ്റെ പെർമിറ്റ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഓവർവ്യൂ, ഇതൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതെന്തൊക്കെയാണ് നിങ്ങൾ വായിക്കണം, വെറുതെ ഇട്ട് പോകരുത്. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ബാക്കിയുള്ള പെർമിറ്റ് എടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു DXF ഫോർമാറ്റുള്ള ഒരു ഡ്രോയിങ് വേണം, അതായത് ETCR കംപ്ലൈൻറ്റ്. ഓക്കെ, അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് വേണം, ലാൻഡ് ഡീഡ് വേണം, അതർ NOC ഡോക്യുമെന്റ്സ് ആസ് പെർ ETCR പ്രകാരമുള്ളത് വേണം, ലൈസൻസി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. അപ്പോൾ പ്രൊസീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് പ്രൊജക്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കാം, പ്രൊസീഡ് അടിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടിക്ക് വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് വരണം. ഈ ഒരു കളറിൽ തന്നെ ഒരു ടിക്ക് വരും, ബ്ലൂ കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ ടിക്ക്. അടുത്ത ലോക്കൽ ബോഡി. ഈ ലോക്കൽ ബോഡിയിൽ വരുന്നത് ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പിന്നെ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇതുവരെ കൊടുത്താൽ മതി. ലോക്കൽ ബോഡി എവിടെയാണോ നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് നിൽക്കുന്ന അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ പാലക്കാടാണ്, മുനിസിപ്പാലിറ്റി ആണ്, ലോക്കൽ ബോഡി വന്നിട്ട് ഷൊർണൂരാണ്. അപ്പോൾ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ ക്യാപ്ചർ ലൊക്കേഷൻ. അപ്പോൾ ചില കേസിൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങളെ പ്ലോട്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് ഇവിടെ നിങ്ങളത് കാണിച്ചിട്ട് പ്രൊസീഡ് അടിക്കുക. ഓക്കെ, അടുത്ത സ്റ്റേജ് പോയി പ്ലോട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇതൊരു കാര്യമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ലോക്കൽ ബോഡി ടൈപ്പ് എവിടെ നിന്ന് കൊടുക്കാം, താലൂക്ക്, വില്ലേജ്, പിന്നെ നെയിം ഓഫ് വാർഡ്, അംശം, ദേശം, ഡീഡ് നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ ഓഫീസ്, പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അതിൻ്റെ ഡേറ്റ്, തണ്ടപ്പേര്, ടോട്ടൽ സ്ക്വയർ മീറ്റർ, അതായത് M² എന്നാണ് ഒരു ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ചിട്ട് അതായത് സ്ഥലത്തിൻ്റെ ഏരിയ നമുക്കിവിടെ കൊടുക്കണം കേട്ടോ. ടോട്ടൽ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് പ്ലോട്ട് ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ സ്ഥലത്തിൻ്റെ M² ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മറക്കാതെ കൊടുക്കാം. അതായത് 200, ഇപ്പം 5 സെന്റ് ആണ് 202 സംതിങ് എന്നൊക്കെ ഉണ്ടാവില്ലേ, M², 202.00 M². ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, അത് പ്രൈവറ്റ് ആണോ, പബ്ലിക് ആണോ, പാർട്ണർഷിപ്പ് ആണോ, കമ്പനിയാണോ, എന്താ വെച്ചാൽ അത് കൊടുക്കാം. നമ്പർ ഓഫ് ഓണേഴ്സ് 1, 2, 3, 10, എത്ര വെച്ചാൽ അതുവരെ. ഇവിടെ എത്ര എണ്ണം ഉണ്ട് നോക്ക്, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. 10,000-1000-ഓളം ഉണ്ട് ഉണ്ടോ. അപ്പോൾ 1, 2 വെച്ചാൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് റൂൾ വെരിഫിക്കേഷൻ, ഇതാണ് മെയിൻ നമ്മളെ ഒരു റൂളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ടോട്ടൽ എക്സിസ്റ്റിംഗ് ഏരിയ, ഇതിലൊന്നും മതിലിൻ്റെ കേസിൽ അതൊന്നും വരുന്നില്ല. ടോട്ടൽ ലെങ്ത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരുള്ളൂ. അതുപോലെ അപ്ലിക്കേഷൻ ഫീയും ചോദിക്കും, പെർമിറ്റ് ഫീയും ഇവിടെ കാണിക്കും. പിന്നെ യൂസേജ് ഓഫ് സറൗണ്ടിങ് പ്ലോട്ട്സ് ഇൻ ജനറൽ, ഈസ്റ്റ്, വെസ്റ്റ്, നോൺ, അത് നിങ്ങളെ പ്ലോട്ടിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണ്. ഡ്രൈ ലാൻഡ് ആണെങ്കിൽ ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ് ആണെങ്കിൽ വെറ്റ് ലാൻഡ്, അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പ്രൈവറ്റ് റോഡ് ആക്സസ്, റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് NH PW റോഡ് ആക്സസ്, അങ്ങനെ ഉണ്ട്. റിവർ ബാങ്ക്, റോക്കി ലാൻഡ്, വേസ്റ്റ് ലാൻഡ്, വാട്ടർ, അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ അധികം ഡ്രൈ ലാൻഡ് ആയിരിക്കും വരിക. ഡ്രൈ ലാൻഡ് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വരുന്നത് എന്താണെന്ന് അറിയാമോ, ഇതാണ് വരിക. റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് റോഡ് ആക്സസ്,
പിന്നെ റെസിഡൻഷ്യൽ പ്ലോട്ട്, പ്രൈവറ്റ് റോഡ് ആക്സസ്, ഇതൊക്കെയാണ് ഏതെങ്കിലും റോഡ് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ വെസ്റ്റ്, അതായത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് എവിടെയാണോ അങ്ങനെ വരുന്നത് അവിടെയൊക്കെ കൊടുക്കുക, നോക്കി ശ്രദ്ധിച്ചും കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. അത് പിന്നെ ഓതറൈസ് നമ്പർ ഓഫ് ദി നിയറസ്റ്റ് ബിൽഡിംഗ്, അടുത്തുള്ളൊരു ബിൽഡിങ്ങിന്റെ നമ്പർ കൊടുക്കുക, പിന്നെ നിയറസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ കൊടുക്കുക. ഇതൊക്കെ മാൻഡറ്ററി ആണ്. ഈ റെഡിൽ കാണുന്നതൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിലൊക്കെ കൊടുക്കണം. പിന്നെ ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ്, 6 മീറ്റർ കൂടുതലാണോ കുറവാണോ എന്നുള്ള ഇവിടെ ഉണ്ടാവും, അത് അതിനനുസരിച്ച് കൊടുക്കുക. ലൈൻസ് അപ് ടു 75 മീറ്റർ നോട്ട് അപ്ലിക്കബിൾ, 250 മീറ്ററിലാണെന്നുണ്ടെങ്കിൽ എത്ര മീറ്റർക്ക് വിടണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഒരു മതിൽ പണിയുടെ എത്രയാണ് വരുന്നത് വെച്ചാൽ അത് ഇവിടെ കൊടുക്കാം. റോഡ് വൈഡനിങ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. മാസ്റ്റർ പ്ലാൻ സോൺ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട, സേവ് ചെയ്യാം. അടുത്തത് അറ്റാച്ച് ഡ്രോയിങ്, നമ്മൾ വരച്ച ഡ്രോയിങ് സൈറ്റ് പ്ലാൻ, അത് നിർബന്ധമാണ്. ഒരു സൈറ്റ് പ്ലാൻ ഇവിടെ കൊടുക്കാം. അതിൻ്റെ തന്നെ ഒരു സർവീസ് പ്ലാനും കൊടുക്കാം. ബിൽഡിംഗ് പ്ലാനും അത് തന്നെ കൊടുക്കാം. പാർക്കിംഗ് പ്ലാൻ ഉണ്ട്, പാർക്കിംഗ് പ്ലാനും അത് തന്നെ കൊടുക്കാം. യൂട്ടിലിറ്റി, പിന്നെ യൂട്ടിലിറ്റി പ്ലാൻ, അതായത് റെയിൻ വാട്ടർ, സോളാർ, വേസ്റ്റ് ഡിസ്പോസൽ, ഗ്യാസ്, ബയോഗ്യാസ്, ഇതും കൊടുക്കാം. അപ്പൊ അത്രയും കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ ഇവിടെയാണ്. 5ാമത്തേൽ റൂൾ വെരിഫിക്കേഷൻ ബേസിക് ഡീറ്റെയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ. ഇവിടെയാണ് നിങ്ങൾ എന്ത് പർപ്പസ് ആണ്, എന്ത് ഒക്യുപ്പൻസിക്കാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ന്യൂ കൺസ്ട്രക്ഷൻ, ആൾട്രേഷൻ, അഡീഷണൽ എക്സ്റ്റൻഷൻ, ഓക്കെ. പിന്നെ കോമൺ വാൾ അവിടെ ഇരിക്കട്ടെ. ഡിഗിങ് ഓഫ് വെല്ല്, പിന്നെ ചേഞ്ച് ഇൻ ഒക്യുപ്പൻസി, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നോട്ട് ഫോർ പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് എന്താണ്? കോമ്പൗണ്ട് വാൾ. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് നമ്പർ, അതായത് 1 എന്ന് കൊടുക്കാം. ലെങ്ത് ഓഫ് കോമ്പൗണ്ട് വാൾ, ഞാൻ പറഞ്ഞേ ഒരു കോമ്പൗണ്ട് വാളിന്റെ ലെങ്ത് എത്ര മീറ്റർ, ഫ്രണ്ട് മാത്രം കേട്ടോ, മൊത്തം 4 പുറം ചെന്നിട്ട് അളന്നിട്ട് ആ മീറ്റർ എഴുതി വെക്കരുത്. ഫ്രണ്ട് ഏജിന്റെ നീളം മാത്രം എഴുതാൻ പാടുള്ളൂ. ഓക്കെ. ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ്, എങ്ങനത്തെ റോഡാണ്? മോർ ദാൻ, അതായത് നോട്ടിഫൈഡ് റോഡ്, അൺനോട്ടിഫൈഡ് റോഡ് ഹാവിംഗ് വിഡ്ത്ത് മോർ ദാൻ 6 മീറ്റർ, അല്ലെങ്കിൽ അൺനോട്ടിഫൈഡ് റോഡ് ഹാവിംഗ് വിഡ്ത്ത് ലെസ് ദാൻ 6 മീറ്റർ, എന്തുവാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അവിടെ ഉള്ള റോഡിന്റെ കൊടുക്കണം കേട്ടോ. ഓക്കെ. അവർക്ക് സേവ് ചെയ്തതിന് പ്രൊസീഡ് അടിച്ചാൽ NOC. അപ്പൊ മെയിൻ കേസ് ഇത്രേ ഉള്ളൂ. ഇവിടെ വന്ന് ബേസിക് ഡീറ്റെയിൽസിൽ വന്ന് കോമ്പൗണ്ട് വാൾ സെലക്ട് ചെയ്യണം. കോമ്പൗണ്ട് വാളിന്റെ പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ. കോമ്പൗണ്ട് വാളിന്റെ പെർമിറ്റിന് പോയിട്ട് എക്സ്റ്റൻഷൻ, എക്സിസ്റ്റിംഗ്, പ്രപ്പോസൽ എന്നൊന്നും കൊടുക്കരുത്. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ. പ്രൊസീഡ് അടിക്കുക, NOC പോവാം. NOC പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒന്നും കാണിക്കാറില്ല പൊതുവെ. ഓക്കെ. പ്രൊസീഡ് അടിക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലൊക്കെ ടിക്ക് വീഴും. 1 2 3 4 5 6 7 ഇതിലൊക്കെ ടിക്ക് വീഴണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സമ്മറി ഈസ് എംപ്റ്റി റൈറ്റ് നൗ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ടിക്ക് വീണ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടും. നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ റിപ്പോർട്ട് ഇവിടെ വരും. അത് കഴിഞ്ഞ് ഒന്നും നോക്കാനില്ല. ഡിക്ലറേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബോക്സ് വരും, അത് ടിക്ക് ചെയ്ത് ഓക്കെ അടിക്കാം. എന്നിട്ട് അത് ചോദിക്കും മറ്റേ ക്ലയന്റിന് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഓക്കെ പറഞ്ഞാൽ ക്ലയന്റിന് ഫോർവേഡ് പോകും. ഓക്കെ. അപ്പം നമ്മളെ മൊബൈൽ നമ്പർ വെച്ച് ആദ്യം OTP വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാർട്ടിക്ക് പോകും. പാർട്ടിയുടെ ലോഗിൻ ഓപ്പൺ ചെയ്യുക, അതായത് അവർക്ക് OTP കിട്ടും. OTP ലോഗിൻ ചെയ്ത് ഓക്കെ ഇതുപോലെ തന്നെ ടിക്ക് അടിച്ച് അത് പ്രൊസീഡ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ടിക്ക് വീഴണം. ഈ ഭാഗത്തൊക്കെ ടിക്ക് വീഴും. 1 2 3 4 5 6 7 8 ടിക്ക് വീണ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ നേരെ ലൈസൻസ് ലോഗിലേക്ക് വരും. ലൈസൻസ് വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ സബ്മിറ്റ് എന്നുണ്ടാവും. സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ മുനിസിപ്പാലിറ്റിയിൽ പോകും. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡ്രോയിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സംശയം ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യേണ്ട. കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.